എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അവൻ്റെ പാക്കിങ് കണ്ടവൾ തിരക്കി. വേണ്ടടോ, അവൻ അതിനിടയിൽ പറഞ്ഞു. തനിക്ക് വീട്ടിൽ പോകണേ പൊക്കോടൂ, അമ്മയ്ക്കൊപ്പം കൃതിയുണ്ടല്ലോ, അതോർത്ത് താൻ ബുദ്ധിമുട്ട് നിൽക്കണ്ട. അവനവൻ്റെ മനസ്സിൽ തോന്നിയത് തുറന്നങ്ങ് പറഞ്ഞു. കൃതിക്കും അമ്മയ്ക്കും മീരയുടെ സാമീപ്യം ഒരു ആശ്വാസമാവുമെന്ന് അവൻ അറിയാമെങ്കിലും അങ്ങനെ പറയാനാണ് അവന് തോന്നിയത്. അവൾക്കും വിഷമങ്ങളില്ലേ, അവളും പ്രിയപ്പെട്ടവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചത്. അവൻ്റെ ആ പറച്ചിലിൻ്റെ ശൈലി അവളിലൊരു വല്ലായ്മ പടർത്തി. താനിവിടെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നതെന്ന് തൻ്റെ പ്രവർത്തികളിൽ നിന്നും അർജുന് മനസ്സിലാക്കിയെന്നൊരു ആശങ്ക. തന്നോടത്ര നന്നായാണ് അവർ പെരുമാറുന്നത്, എന്നിട്ട് താനിവിടെ ബുദ്ധിമുട്ടി കഴിയുകയാണെന്ന് അവരറിഞ്ഞാൽ തന്നെപ്പറ്റി അവരൊക്കെ എന്തോർക്കും? താനിപ്പോൾ ഉണ്ടാവേണ്ടത് ഇവിടെയാണ്. വളരെ വലിയൊരു കടപ്പാടുണ്ട് ഈ കുടുംബവുമായി. എന്നിട്ടും അവരുമായി അടുക്കാൻ കഴിയാത്തതിൽ അവൾക്ക് അവളോട് തന്നെ അരിശം തോന്നി. തൻ്റെ ഉറ്റ കൂട്ടുകാരിയായ കൃതിയോട് പോലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, ചിരിക്കാൻ കഴിയുന്നില്ല. താനൊരു നല്ല ഭാര്യയോ മരുമകളോ അല്ലെന്ന് തോന്നി. തൻ്റെ കാര്യത്തിൽ രാജനും മരണിമയ്ക്കും ഉണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ തെറ്റിപ്പോയി എന്നവൾ സങ്കടത്തോടെ ഓർത്തു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനിവിടെ നിന്നോളാം, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഞങ്ങൾ എന്ത് കരുതെന്ന് ഓർത്തിട്ടാണോ? സാധാരണ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് പറിച്ചു നടുമ്പോൾ ആ വീടുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ, അർജുൻ പറഞ്ഞു. ഒരു കാലത്ത് പോകാനൊരിടമില്ലാതിരുന്ന എനിക്ക് അഭയം ഈ വീടായിരുന്നു. കുറച്ചു നാൾ ഞാനിവിടെ തന്നെയായിരുന്നില്ല താമസം, അതുകൊണ്ട് പൊരുത്തപ്പെടായ്മയൊന്നുമില്ല, അവൾ പറഞ്ഞു. എനിക്കെന്തോ താനിവിടെ ഓക്കെ അല്ലെന്ന് തോന്നി, അവൻ പാക്കിങ് കഴിഞ്ഞ് നിവർന്നുകൊണ്ട് പറഞ്ഞു. കൃതിയും അമ്മയും എനിക്ക് തരുന്ന കെയർ സ്നേഹവും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നു ഈ വീട്ടിലുള്ളവർക്ക് നല്ലൊരു ഭാര്യയും മരുമകളൊക്കെ ആവണമെന്ന്, അവർക്ക് താങ്ങാവണമെന്നൊക്കെ. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ അമ്മ, രാജങ്ങള്, ഇവർ രണ്ടുപേരും മനസ്സിൽ മുഴുവൻ എനിക്ക് വേണ്ടി ബലിയാടാകേണ്ടി വന്നവർ. ആരൊക്കെ അല്ലെന്ന് പറഞ്ഞാലും രാജങ്ങൾ മരിക്കാൻ കാരണം ഞാനാണ്, ഞാൻ മാത്രം. ഞാൻ കാരണം ഈ വീടിൻ്റെ സന്തോഷം ഇല്ലാതായത്, അരുണിമാനിക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുത്. എന്നിട്ട് നിങ്ങളെന്നെ ഇരു കൈ നീട്ടി ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. പക്ഷേ എനിക്ക് പഴയ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് ഇടപഴകാൻ പറ്റുന്നില്ല, അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ രാജാങ്ങളുടെ ഓർമ്മ വരും. ഞാൻ ആ രാജാങ്ങളിനെ കൊലക്ക് കൊടുത്തതെന്ന് ഓർമ്മ വരും. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പറ്റുന്നില്ല അതൊക്കെ മറന്ന് നിങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കാൻ. എൻ്റെ അമ്മയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. അല്ലാതെ എനിക്ക് നിങ്ങളോട് ആരോടൊരു വിരോധവും ഇല്ല, വേറെ ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് ഈ വീട്ടിലെ മരുമകളാകാൻ ഒരു യോഗ്യതയില്ല. ഞാനൊരു രണ്ടാം കെട്ടുകാരി, നിങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭ്രാന്തി പിടിക്കാം എനിക്ക്. പറഞ്ഞു വന്നപ്പോൾ അവളുടെ തൊണ്ടേറി, കണ്ണു നിറഞ്ഞു. അർജുന അവളെ തന്നെ നോക്കി നിൽപ്പാണ്. അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു ചിരിയുണ്ട്. കടപ്പാടിൻ്റെ പേരിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അവൾ സമ്മതം മൂളിയതാണെന്ന് ഇന്നലെയും ഇന്നുമായി പലവട്ടം അവൻ ചിന്തിച്ചിരുന്നു. തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് അവളുടെ പ്രശ്നമെന്ന് വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയി. അങ്ങനെയല്ലെന്ന് അറിഞ്ഞപ്പോൾ ചെറുതല്ലാത്തൊരു ആശ്വാസം. അവൻ മുന്നോട്ട് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്തു. എൻ്റെ അച്ഛന് താൻ മോളെപ്പോലെയല്ല, മോള് തന്നെയാ. ആ യോഗ്യത മാത്രം മതി, വേറെ നോർത്തി തല പോകണ്ട. അവളുടെ തലമുടി കൈകൊണ്ട് പരത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. മീര കണ്ണുകളുയർത്തി അവനൊന്ന് നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. ഒന്ന് ചിരിക്കടോ. അവനത് പറഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട് ചിരിച്ച് കാണിച്ചു. അയ്യേ, ഇതാണ് ചിരി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും മറന്നു മാറി. അർജുന ആ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു. വെറുതെ നെഗറ്റീവ് അടിച്ചിരിക്കാതെ അമ്മയോട് കൃതിയോട് പഴയ പോലെ ഒന്ന് മിങ്കിളാവാൻ നോക്കടൂ. ബാക്കിയൊക്കെ മറന്നേക്ക്. സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. താനും അങ്ങനെ ചിന്തിച്ചാൽ മതി. അവൻ മീരയുടെ കവളിൽ മെല്ലിയൊന്ന് തട്ടി. അവളപ്പോൾ അവനിൽ പഴയ അർജുനെ കണ്ടു. അവളുടെ മുഖം കുറിച്ചൊന്ന് തെളിഞ്ഞു. നീരജാൻ്റെ ഓർത്ത് ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാടോ. അവൻ്റെ ആ വാക്കുകളിൽ അവളിൽ വിശ്വാസം പകർന്നു. അതൊക്കെ പോട്ടെ, തൻ്റെ ഫോൺ എവിടെ? അവൻ ചോദിച്ചതും അവൾ പോയി ഫോൺ തിരിഞ്ഞു പിടിച്ച് കൊണ്ടുവന്നു. കോട്ടിൽ വെച്ച് മഹിയാണ് ഫോൺ കൊണ്ടുവന്ന് അവളെ ഏൽപ്പിച്ചത്. ഇങ്ങ് തന്നേക്ക്, ഞാൻ നമ്പർ സേവ് ചെയ്തേക്കാം. അവൻ അവളുടെ ഫോൺ വാങ്ങി തൻ്റെ നമ്പർ അതിലേക്ക് സേവ് ചെയ്ത ശേഷം ഫോൺ തിരികെ കൊടുത്തു. അവൾ ഫോൺ വാങ്ങി നോക്കുമ്പോൾ അർജുൻ എന്ന പേരിൽ അവന് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ പോയിക്കോട്ടോ, ഇവിടെ ഉള്ളവർ എന്ത് കരുതുന്നോട്ട് പോവാതിരിക്കൊന്നും വേണ്ട. ഒരിക്കൽ കൂടി അവനത് ഓർമ്മിപ്പിച്ചു. അവളതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേ ഉള്ളൂ. ഞാനൊന്ന് പുറത്തു പോവാം, തനിക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ?
അവളെ കടന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നോക്കി അല്പം മടിയോടവൻ തിരക്കി. ഇല്ലെന്നവൾ പറഞ്ഞതും അവൻ അവിടെ നിന്ന് പോയിരുന്നു. അവൾക്ക് വേണ്ട ഡ്രസ്സും മറ്റുമൊക്കെ അവർ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം വേറെന്തിൻ്റെയും ആവശ്യമില്ല. അതോർത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റാൻഡിൽ മടക്കിയിട്ട സാരിയെക്കുറിച്ച് ഓർത്തത്. അതോടെ അവൾ അതെടുത്ത് വളരെ ശ്രദ്ധയോടെ അത് കഴുകി ടെറസിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് തിരികെ വന്ന് മുറിയിലിരുന്നു. രാത്രിയായ അർജുൻ തിരികെ വന്നപ്പോൾ അവനും അതിരാവിലെ പോകേണ്ടതായതുകൊണ്ട് എല്ലാവരും നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നു. ഇന്നൊരു ദിവസം കൂടി എനിക്കിപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ബെഡ് ഷെയർ ചെയ്താൽ മതിയിടും. നാളെ മുതലേ ഈ ശല്യം ഉണ്ടാവില്ല. തനിക്ക് സ്വസ്ഥമായി ഉറങ്ങാം. ബെഡിന് അങ്ങേയറ്റം പോയി ചെരിഞ്ഞു കിടക്കുന്നവളെ കണ്ടവൻ പറഞ്ഞു. മീര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ അങ്ങനെയൊന്നും. അവൾ പതർച്ചയോടെ എന്തോ പറയാൻ വന്നു. അറിയാടോ. അവളെ പറയാൻ വിടാതെ അങ്ങനെ പറഞ്ഞവൻ കണ്ണുകൾ അടച്ചു. പക്ഷേ അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്തൊക്കെയോ ഓർത്ത് കിടന്ന് അവൻ ആ നേരം തള്ളി നീക്കി. അരികിലുള്ളവർ ഉറങ്ങാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ പിന്നൊരു സംസാരത്തിന് മുതിർന്നില്ല. പിന്നീട് എപ്പോഴോ ഇരുവരും മയക്കത്തിലേക്ക് വീണിരുന്നു. മീര കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുറിയിൽ വെളിച്ചമുണ്ട്. കണ്ണി ചിമ്മി തുറന്ന് ചുറ്റും നോക്കുമ്പോൾ അർജുൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുകയാണ്. അത് കണ്ടപ്പോൾ പിടഞ്ഞെണീറ്റു. കണ്ണാടിയിലൂടെ അത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കി. കിടന്നോടോ, ഉറക്കം കളയണ്ട, ഞാനിപ്പോൾ ഇറങ്ങും. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും മീര കിടക്കാൻ കൂട്ടാക്കിയില്ല. അവൻ പോകാനൊരുങ്ങി നിൽക്കുകയാണ്. മുടിയൊതുക്കി പെർഫ്യൂമും എടുത്ത് വീശി അവൻ തൻ്റെ ട്രാവൽ ബാഗ് എടുത്ത് തോളിലേക്ക് ഇട്ടു. പോട്ടെ. അവൻ നിറഞ്ഞ ചിരിയോട് അവളെ നോക്കിയതും അവൾ തലകുലുക്കി. അതോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അവളും. അർജുനൊപ്പം താഴേക്ക് ചെല്ലും അരുണിമയും കൃതിയും ഉണർന്നിരിപ്പുണ്ട്. പോയിട്ട് വരാട്ടോ. അവൻ അമ്മയെ ചേർത്ത് നിർത്തി ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. അരുണിമയുടെ മുഖത്തൊരു ചെറു ചിരി ഉണ്ടെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അർജുൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് പതിവായ കാര്യമാണെങ്കിലും ഇപ്പം എന്തോ സങ്കടം പോലെ അരുണിമക്ക്. പോട്ടടി. അവൻ കൃതിയുടെ തലമുടി കൈകൊണ്ടൊന്ന് പരത്തിപ്പെട്ടു. പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. പഴയ പോലെയല്ല, ഇപ്പം ഒരു ഭാര്യയുള്ളതാ. കെട്ടി മൂന്നിനെന്ന് അവളിട്ടിട്ട് പോയെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോവും. കൃതി ഏട്ടനൊന്ന് ഉപദേശിച്ചു. അർജുൻ അത് കേട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ആ ചിരിക്കൊടുവിൽ അവൻ്റെ നോട്ടം മീരയിലെത്തുകയും ചെയ്തു. പോട്ടെ. അവൻ പുഞ്ചിരിയോട് അവളെ നോക്കി. അവൾ തലകുലുക്കി. റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൻ ടാക്സിയിലാണ് പോകുന്നത്. പതിവ് പോലെ ആരെയും കൂട്ടാതെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ കയറിയ ടാക്സി കണ്ണിലെന്ന് മറയുന്നവരെ മൂവരും അത് നോക്കി നിന്നു. വീട് പെട്ടെന്ന് ശൂന്യമായതുപോലൊരു തോന്നല്. നിങ്ങൾ കുറച്ചു നേരം കൂടി പോയി കിടന്നോ പിള്ളാരെ? ഇവിടെ അതിരാവിലെ എണീക്കുന്ന പതിവൊന്നും ആർക്കുമില്ല. കുറേ നേരം ആ നിൽപ്പ് തുറന്ന് തിരിഞ്ഞ അരുണിമ അവിടെ തന്നെ നിൽക്കുന്ന മീരയെ കണ്ട് രണ്ടുപേരോടായി പറഞ്ഞു. പോയി കിടന്നോ മീരെ, ഞാനൊന്ന് കിടക്കാൻ പോവാം. കൃതി അതും പറഞ്ഞ് മീരയെ പറഞ്ഞയച്ചു. കൃതിയും കിടക്കാൻ പോയതോടെ അരുണിമയും തൻ്റെ മുറിയിലേക്ക് പോയി. വരലക്ഷ്മിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. ജിതിന് വേണ്ടി ഓടാൻ അവൻ്റെ വീട്ടുകാരുണ്ടായിരുന്നുവെങ്കിലും അതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല. വരുണിനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാതെയായി. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. നീരജയ്ക്ക് വേണ്ടി മഹാദേവൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മഹിയുടെ പണം കൊണ്ട് നീതിപീഠത്തെ വിലക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. കോടതിക്ക് മുന്നിൽ കുറ്റമേറ്റ് പറഞ്ഞ നീരജയെ കോടതി ശിക്ഷിച്ചു. കൊല്ലപ്പെട്ടയാളുടെ ക്രിമിനൽ പശ്ചാത്തലം കോടതിക്ക് ബോധ്യപ്പെട്ടു. മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ പറ്റിപ്പോയ കൈപ്പിഴിയാണെന്നും നീരജയുടെ വക്കീല് വാദിച്ചു. മഹിയുടെ ഹോൾഡ് ഉപയോഗിച്ച് പോലീസുകാരുടെ മൊഴികളും നീരജയ്ക്ക് അനുകൂലമാക്കിയിരുന്നു. ഏറെക്കുറെ തന്നെയായിരുന്നില്ല സത്യവും. പക്ഷേ കൊന്നത് അറിഞ്ഞുകൊണ്ടാണെന്നും മാത്രം. നീരജ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു അധ്യാപികയാണെന്നും പിടിവലിക്കിടയിൽ സംഭവിച്ചു പോയ മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യയാണെന്നും പരിഗണിച്ച് കോടതി നീരജയുടെ ശിക്ഷയിൽ ചെറിയ ഇളവുകൾ വരുത്തി. വിഷൻ കേസും കോടതിയുമായി കുറേ കാലം നടന്നെങ്കിലും ഒടുക്കം വരലക്ഷ്മിക്കും കൂട്ടർക്കും കോടതി ജയിൽവാസം സ്ഥിരപ്പെടുത്തി. ഇനി കുറേ കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മൂന്നിനും. വരലക്ഷ്മി ജയിലിലായതോടെ വിജയുടെ വീട്ടുകാർ ദിയക്ക് കൊണ്ടുവന്ന പ്രപ്പോസലിൽ നിന്ന് പിന്മാറി. മധു ഒത്തിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും വിഷൻ കുലുങ്ങിയില്ല. അവൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചാൽ മതി, വിവാഹമൊക്കെ പിന്നീട് എന്ന് തീർത്ത് പറഞ്ഞ് വിഷൻ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ദിയയും അച്ഛനോടൊപ്പം നിന്നതോടെ മധുവിൻ്റെ ബഹളങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ബഹളം വെച്ച് മടുത്ത് പിന്നീട് ആ ബഹളങ്ങളും അവസാനിച്ചു. ധ്രുവൻ ഇപ്പോഴും പിണക്കത്തിലാണ്. മധു ഒരാൾ ക്ഷമയോടെ നിന്നിരുന്നുവെങ്കിൽ മീരയെ തനിക്ക് നഷ്ടപ്പെടില്ല എന്ന ചിന്തയാണ് അവനിപ്പോഴും. വരലക്ഷ്മി എന്ന വിഷയം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയ ആശ്വാസത്തിലാണ് മീര. മീര മഹിക്കൊപ്പവും അന്നിമക്കൊപ്പവും മാറി മാറി നിൽക്കുന്നു. മീര ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു.
അർജുൻ അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും അവൻ ആ സമയം വരാൻ കഴിഞ്ഞില്ല. അവൻ്റെ ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കി അരുണിമ അവനെ നിർബന്ധിക്കാറില്ല. അവൻ്റെ ജോലിക്കിടയിൽ വല്ലപ്പോഴുമൊക്കെ അവൻ മീരയെ വിളിക്കാറുണ്ട്. എന്നും എന്നും വിളിച്ച് അവൾക്കൊരു ശല്യമാകേണ്ടെന്ന് അവൻ്റെ ചിന്തയാണ് കോളുകൾ വല്ലപ്പോഴും ആക്കിയത്. അമ്മ പറഞ്ഞതുപോലെ അവൾ ഇടയ്ക്ക് വിളിച്ച് അവളുടെ വിവരങ്ങളും ആവശ്യങ്ങളും അന്വേഷിക്കുക എന്നതിലുപരി മറ്റൊന്നിനും അവൻ മുതിർന്നിട്ടില്ല. അതിനൊരു അവസരം അവൾ കൊടുത്തിട്ടുമില്ല. അരുണിമക്കും കൃതിക്കും നല്ലൊരു കൂട്ടായി മാറിയെങ്കിലും അർജുനുമായി അത്ര വലിയൊരു അടുപ്പത്തിനൊന്നും അവൾ നിന്നു കൊടുത്തിട്ടില്ല. കൃതി സ്വന്തമായൊരു ഫാഷൻ ബ്യൂട്ടി തുടങ്ങി അത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. മീര ഇല്ലാത്തപ്പോൾ അരുണിമയും ഒഴിവ് സമയം അവൾക്കൊപ്പം ബ്യൂട്ടിക്കിലാണ്. നിലയെ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം അങ്ങനെ എല്ലാ ചികിത്സാ രീതികൾക്കും വിധേയമാക്കി. ഇപ്പോൾ ആയുർവേദത്തിലാണ് ട്രീറ്റ്മെൻറ്റ്. ചെറിയ ചില മാറ്റങ്ങൾ കണ്ടുവരുന്നു. നിള ചെയ്തതൊക്കെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീരജയ്ക്ക് വേണ്ടി മഹി അവളെ സ്വന്തമായി കണ്ട് പരിപാലിച്ചു. ഹോസ്പിറ്റലിൽ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളിനെ നിയമിച്ചു. നീരജയില്ലെന്നൊരു സങ്കടം ഒഴിച്ചാൽ എല്ലാവർക്കും തികച്ചും ശാന്തമായൊരു ജീവിതമാണിപ്പോൾ. കൃതിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അതിൻ്റെ ചർച്ച നടക്കുവാണ് വീട്ടിൽ. കൃതിയെ ബ്യൂട്ടിക്കിൽ വെച്ച് കണ്ടിഷ്ടപ്പെട്ടു വന്ന ആലോചനയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമൊന്നും പോരാ. ഒരു ബ്രോക്കർ വഴിയാണ് പ്രപ്പോസൽ വന്നത്. ഇതിലിപ്പോൾ എന്താ അത്ര ആലോചിക്കാൻ? അവർ വന്ന് കണ്ടിട്ട് പോട്ടേന്നേ. നല്ലതാണെങ്കിൽ മാത്രം നോക്കിയാൽ പോരെ. മീര കൃതിയെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മീരയും അടിമയും ആവുന്ന പോലെയൊക്കെ അവളോട് സമ്മതിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ദേ, കല്യാണം എന്ന് പറഞ്ഞൊരു ഒറ്റ എണ്ണ ഇതിൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ഇപ്പോഴേ ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭമൊക്കെ തുടങ്ങിയത്, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത്. അത് കഷ്ടപ്പെട്ടിട്ട് ഇനി കല്യാണം കഴിച്ചാൽ അതൊക്കെ ഏതോ ഒരുത്തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് വെക്കാൻ എനിക്ക് സൗകര്യമില്ല. പോക്കോണം രണ്ടും. കൃതി അപ്പോൾ തന്നെ രണ്ടുപേരെയും മുറിയിൽ നിന്ന് കെട്ടുവിട്ടടിച്ചു. അതോടെ അമ്മായിയമ്മയും മരുമോളും പരസ്പരം നോക്കി താടിക്ക് കൈകൊടുത്തിരിപ്പായി. പയ്യൻ്റെ പേര് അജയ്. ബാങ്കിലാ ജോലി. അച്ഛനും അമ്മയും 3-4 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി. പിന്നെയുള്ളതൊരു അനിയത്തിയാണ്. അതിൻ്റെ കല്യാണം ഈ അടുത്തെങ്ങാനാണ് കഴിഞ്ഞത്. ആ കൊച്ചിൻ്റെ കല്യാണസാരി ചെയ്തു കൊടുത്ത കൃതിയാണ്. അങ്ങനെയാണ് പയ്യൻ ഇവളെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. ഫോണിലൂടെ അർജുനോട് വിവരങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയാണ് അരുണിമ. ചപ്പാത്തി പരത്തിനിടയിൽ അമ്മ പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അരികിലായി തന്നെ സവാള അരിഞ്ഞുകൊണ്ട് മീരയുണ്ട്. അച്ഛനും അമ്മയും ഇല്ലെന്നേ ഉള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സഹോദരങ്ങൾ പൊന്നുപോലെ അവരെ നോക്കുന്നത്. എനിക്കെന്തോ ആ പയ്യനെ കുറിച്ച് കേട്ടപ്പോൾ സങ്കടം തോന്നടാ. അനിയത്തിയുടെ ഭർത്താവ് വിദേശത്ത് നല്ല ജോലിയൊക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡാണ്. അനിയത്തി ഉടനെ ഭർത്താവിനൊപ്പം പോവുകയും ചെയ്യും. ആ കൊച്ചു പോയി കഴിഞ്ഞാൽ ഈ പയ്യൻ തനിച്ചാവുന്നിടത്ത് വീട്ടുകാർ എടിപിടിന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞത്. അപ്പോഴാ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം ആ പയ്യന് പറയുന്നതെന്ന് വീഡിയോ കോളിലൂടെ അമ്മ പറയുന്നത് കേട്ടിരിക്കുകയാണ് അർജുന്. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥചക്കനൊന്നും എടുത്തു ചാടി പെണ്ണിനെ കൊടുക്കേണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്കതൊരു കുറവായി തോന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തവർ അനാഥരാണെങ്കിൽ ഞാനും അനാഥയല്ലേ. ആ പയ്യൻ്റെ സ്ഥാനത്ത് നീയോ നിൻ്റെ അനിയത്തി ആയിരുന്നെങ്കിലോ? ഞങ്ങളില്ലായ്മയും നിങ്ങൾ അനാഥരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഞങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുമോ? അരുണിമയ്ക്ക് അജയോട് വല്ലാത്ത സ്നേഹവും വാത്സല്യമൊക്കെ തോന്നിപ്പോയി. പറഞ്ഞു വന്നപ്പോൾ അരുണിമയുടെ ശബ്ദവും ഇടറിപ്പോയി. കൃതിയും അത് കേട്ട് വല്ലാതെയായി. അമ്മേ, അതിനാ കാരണം കൊണ്ടല്ല ഞാനിത് വേണ്ടെന്ന് പറയുന്നത്. ഈ മാരേജ് ലൈഫൊന്നും എനിക്ക് സെറ്റിൽഡാവില്ല. അതല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാനാണ് ഇഷ്ടം. കൃതി അസഹ്യതയോടെ അമ്മയെ നോക്കി. അരുണിമയുടെ മുഖം പാടി. മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിരുന്നുണ്ടെങ്കിലും എല്ലാ അമ്മമാരെയും പോലെ മക്കൾ ഒരു കുടുംബമായി കഴിയുന്നത് കാണാൻ അവരും ആഗ്രഹിച്ചിരുന്നു. ഒരു പാവം പയ്യനാണ് അത്. നിരാശയോടെ അരുണിമ മകനെ നോക്കി. ചുണ്ടു ചുളുക്കിയുള്ള അമ്മയുടെ ഇരിപ്പ് കണ്ട് അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. അമ്മ ഫോൺ അവൾക്ക് കൊടുക്കുക. അർജുൻ പറഞ്ഞതും അവർ ഉത്സാഹത്തോടെ എണീറ്റ് ഫോൺ കൃതിക്ക് കൊടുത്തു. ചപ്പാത്തി പരത്തുകയായിരുന്ന കൃതി ആ ഫോൺ വാങ്ങി സ്ലേബിൽ ഭിത്തിയോട് ചേർത്ത് ചാരി വെച്ച് അവനോട് സംസാരിച്ചു. കൃതിയെയും കൃതിക്ക് തൊട്ടപ്പുറം നിന്ന് സവാള അരിഞ്ഞ് മാറ്റി തക്കാളി അരിഞ്ഞ് തുടങ്ങുന്നവളെയും അവന് വ്യക്തമായി കാണാൻ കഴിയും വിധമാണ് കൃതി ഫോൺ ചാരി വെച്ചത്. കൃതി, അമ്മയ്ക്ക് ഇത്രയും താല്പര്യമാണെങ്കിൽ അവരൊന്ന് വന്ന് കണ്ടിട്ട് പോട്ടടി. നീ ഒന്ന് സംസാരിച്ച് നോക്ക്. എന്നിട്ട് നിനക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്കിത് വിട്ടേക്കാം. അർജുൻ്റെ ശബ്ദം തൊട്ടടുത്ത് കേട്ടപ്പോൾ മീര താലയോർത്തി ആ മൊബൈൽ സ്ക്രീനിലേക്കൊന്ന് നോക്കി. ഒരു കോഫി മഗ് ചുണ്ടോട് ചേർത്ത് ഊതി കൊടുക്കുകയാണ് അവൻ. അതിനിടയിൽ അവൻ്റെ നോട്ടം കൃതിയെയും കടന്ന് തന്നിലേക്ക് വരുന്നത് കണ്ട് അവൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റി. എൻ്റെ ഏട്ടാ, അവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്നാ പറയുന്നേ. എനിക്ക് അയാളെപ്പറ്റി ഒന്നും അറിയത്തുമില്ല. അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കുക? എൻ്റെ രീതികളുമായി പൊരുത്തപ്പെട്ട് പോകുന്ന ആളാണെന്ന് പോലും അറിയാതെ എങ്ങനെയാ ഏട്ടാ? എനിക്കെൻ്റെ പ്രൊഫഷനും ഇഷ്ടങ്ങളും ഒന്നും ഈ വിവാഹത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല.
കൃതി അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. അതൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ, അവരിനി പറയുകയില്ല. ആരെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കൃതി ഒന്നും മിണ്ടിയില്ല. അവരൊന്ന് വന്ന് കണ്ടിട്ട് പോക്കൊടുടി, ഒന്ന് സമ്മതിക്ക്, അമ്മക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ വീർപ്പിച്ച മുഖത്തോടെ ഏട്ടനെ നോക്കി. മീര അറിയാതെ പോലും അങ്ങോട്ട് നോക്കുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരും എന്നെ നിർബന്ധിക്കാൻ വന്നേക്കരുത് എന്നൊരു കണ്ടീഷനോടെ കൃതി പെണ്ണ് കാണലിന് സമ്മതം മൂടി. അതോടെ അന്നമ്മയുടെ മുഖവും തെളിഞ്ഞു. അവളെ ദേഷ്യം പിടിപ്പിക്കണമെന്ന് ഓർത്ത് അതേപ്പറ്റി പിന്നീട് കൂടുതലൊന്നും അർജുനും സംസാരിച്ചില്ല. പിന്നെ എന്താടി, നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ചോദ്യം അവളോടാണെങ്കിൽ നോട്ടം മീരയിലാണ്. ആരോടൊക്കെയുള്ള ദേഷ്യം ചപ്പാത്തി മാവിനോട് തീർക്കുകയെന്ന് കൃതി അത് കണ്ടതുമില്ല. മീര പിന്നെ അങ്ങോട്ട് നോക്കുന്നേയില്ല. അന്നമ്മ മാത്രം ഒരു സൈഡിലിരുന്ന് മകൻ്റെ വായനോട്ടം കണ്ട് നോട്ടം മാറ്റി. മനസ്സിലെ സന്തോഷം ഒരു പുഞ്ചിരിയായി അവളുടെ മുഖത്ത് സ്ഥാനം പിടിക്കുകയും ചെയ്തു.